എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ജ്യോതിഷപരമായ കണക്കുകൂട്ടലുകൾ പ്രകാരം വരും 41 ദിവസങ്ങൾ ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അത്യപൂർവമായ രാജയോഗവും സൗഭാഗ്യങ്ങളും സമ്മാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു അറുതി വരുത്തിക്കൊണ്ട് ഈ 41 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകും. ഈശ്വരാനുഗ്രഹത്താൽ ആ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഈ സമയം അനുകൂലമാകുന്നതെന്നും നമുക്ക് നോക്കാം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരും 41 ദിവസങ്ങൾ ശത്രുദോഷങ്ങളിൽ നിന്നുള്ള പൂർണ്ണ മോചനത്തിൻ്റെ സമയമാണ്. ഇതുവരെ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്ന നെഗറ്റീവ് ഊർജങ്ങൾ വഴിമാറും. കർമ്മരംഗത്ത് വലിയ അഭിവൃദ്ധിയുണ്ടാകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ വന്നെത്തുന്ന സമയമാണിത്. ഗ്രഹനിലയിലെ അനുകൂല മാറ്റങ്ങൾ ധനലബ്ധിക്ക് വഴിയൊരുക്കുന്നു. റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ദീർഘനാളായി ഉണ്ടായിരുന്ന സങ്കടങ്ങൾ മാറി സന്തോഷം നിറയും. ഭരണി നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചെടുക്കാൻ കഴിയുന്ന അത്യപൂർവ സമയമാണിത്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ 41 ദിവസങ്ങളിൽ കൂടെയുണ്ടാകും. മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. തൊഴിൽ അന്വേഷകർക്ക് നല്ല ജോലി ലഭിക്കാനും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനും ഈ സമയം വളരെ അനുകൂലമാണ്. തിരുവോണം നാളുകാർക്ക് രാജയോഗം അനുഭവത്തിൽ വരുന്ന സമയമാണിത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അപൂർവമായ ഈശ്വരാനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. സമ്പത്ത് വർദ്ധിക്കുകയും ആസ്തികൾ വന്നുചേരുകയും ചെയ്യും. സമൂഹത്തിൽ ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കും. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പതുക്കെ ഇല്ലാതാകും. കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ആശങ്കകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നുമുള്ള മോചനമാണ് രേവതി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത്. മനസ്സിന് വലിയ ശാന്തി ലഭിക്കും. ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറി സന്തോഷം രൂപപ്പെടും. മുടങ്ങിപ്പോയ യാത്രകൾ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾ നടത്താൻ ഈ 41 ദിവസങ്ങൾക്കുള്ളിൽ അവസരം ലഭിക്കും. വീടിനും നാടിനും ഐശ്വര്യമായി മാറുന്ന സമയമാണ് തൃക്കേട്ട നാളുകാർക്ക് വരാനിരിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവാനുഗ്രഹം പ്രകടമായി കാണാൻ സാധിക്കും. സ്വന്തമായി ഒരു വീടോ വാഹനമോ സ്വപ്നം കാണുന്നവർക്ക് അതിലേക്കുള്ള വഴി തുറന്നു കിട്ടും. പാതി വഴിയിൽ മുടങ്ങിയ വിദ്യാഭ്യാസവും ജോലിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാലമാണ് അനിഴം നക്ഷത്രക്കാർക്കുള്ളത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുന്ന സമയമാണിത്. സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിജയങ്ങൾ സ്വന്തമാക്കും. സാമ്പത്തികമായ വലിയൊരു കുതിച്ചുചാട്ടം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഉത്രം നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബത്തിനും ക്ലേശങ്ങളും സങ്കടങ്ങളും പൂർണ്ണമായി മാറുന്ന സമയമാണിത്. കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും. നിക്ഷേപങ്ങൾക്കും പുതിയ ബിസിനസ് തുടങ്ങാനും വളരെ അനുകൂലമായ സമയമാണിത്. മാനസിക പ്രയാസങ്ങൾ മാറി സാമ്പത്തികമായി വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും. കഴിഞ്ഞ കുറേ നാളുകളായി പരാജയഭീതിയാൽ നിർത്തിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കാനും അതിൽ വിജയം വരിക്കാനും ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശയാത്ര ലക്ഷ്യമിടുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാകും. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഈ 41 ദിവസങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ജ്യോതിഷപരമായ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാകണമെങ്കിൽ ഈശ്വരവിശ്വാസവും സത്പ്രവൃത്തികളും നമ്മോടൊപ്പം ഉണ്ടാകണം. വരും 41 ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല
പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുന്ന ഏവർക്കും നല്ലത് മാത്രം സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.